ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡാൽഗോണ പുഡിംഗ് റെസിപ്പിയാണ്. നമ്മുടെ യൂട്യൂബിലെല്ലാം അടിപൊളി വൈറലായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ് ഡാൽഗോണ കോഫി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പുഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ പുഡിങ്ങിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കപ്പ് നല്ല കട്ടിയുള്ള പാലാണ്. അപ്പോൾ ഈ 1/2 കപ്പ് പാലിന് വേണ്ടി ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ഉപയോഗിക്കാം. ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഒന്നാണ് മൈദ. ഇനി നമ്മളിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് മധുരം കറക്റ്റാണ്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫ്ലെയിം ഇട്ട് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തിക്കായിപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോഴായിരിക്കും അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു 1/2 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ മധുരം കറക്റ്റാണ്. പിന്നെ ഈ ഒരു തിക്നെസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 4 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഈ പുഡിംഗ് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കപ്പിലോട്ട് മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളിലോട്ട് വേണമെങ്കിലും മാറ്റാം. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കപ്പിലോട്ട് മാറ്റിയത്. ഇനി ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഞാൻ ഒരുപാട് സെറ്റ് ചെയ്തെടുക്കുന്നില്ല, ഒരല്പം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊരു ക്രീം ഒരു ടെക്സ്ചർ കിട്ടുന്നവരെ മിക്സിയിലൊന്ന് സ്പീഡ് കൂട്ടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ അല്പം കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബൗളിൽ വേണമെങ്കിലും ചെയ്യാം. അതായത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാലിൻ്റെ ആ ഒരു ക്രീമാണിത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ഒരു 5 മിനിറ്റ് മാത്രമേ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി കിട്ടില്ല. എനിക്ക് ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് ഇഷ്ടം. കാരണം നമ്മുടെ ഈ സ്നോ പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊരു 5 മിനിറ്റ് സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല സ്നോ പുഡിങ് പോലെ തന്നെ ഇരിക്കും. ആ ഒരു പാലിൻ്റെ ബേസ് നല്ല അടിപൊളി സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കട്ടിക്ക് ആ ഒരു ബേസ് കുറച്ചും കൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി ആ പാലിൻ്റെ ആ ഒരു ബേസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.